ഏയ് എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? പോയി ഫീൽഡിംഗ് ചെയ്. കിളവി. അമൂല്യ, കാല് നോക്കി എറി. വേണ്ട വേണ്ട, അവിടെ നിന്നോ. ഒന്നും മറക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ കളിച്ചാൽ മതി. ഓക്കെ? മതി മതി, അവിടെ നിന്നോ. മുതുക്കി ചേച്ചി, എന്നെ തെറ്റായിരുന്നെങ്കിൽ സമ്മതിച്ചേരെ. പക്ഷെ നിന്റെ ബോളിൽ നിന്നല്ലോ ഞാൻ ഔട്ടായ. അത്രയും സമാധാനം. അത് കൊള്ളാലോ. അവസാനം നിന്റെ ബുദ്ധി നീ അങ്ങ് കാണിച്ചല്ലേ. അതെ അഞ്ജു, നീ വിഷമിക്കണ്ട കേട്ടോ. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇനി വരുന്ന 2 വർഷത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇന്ത്യയുടെ വലിയ പ്ലെയർ ആക്കും. നീ പോയി ഫീൽഡിങ് പൊട്ടത്തി. പോട്ടെ വിട് ചേച്ചി. ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അടിക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ ഔട്ട് ആവണം. അല്ലെങ്കിൽ ആരാ ഇത്ര റൺസ് ഒക്കെ എടുക്കാൻ പോണേ? നല്ലൊരു മിടുക്കി കുട്ടിയല്ലേ എന്റെ മുത്ത്. എന്റെ പൊന്നേച്ചി. വെറുതെ വിഷമിക്കുന്ന കാര്യമല്ല വിട്ടേക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ബോൾ പ്ലീസ്. എന്തിനാ? അമ്പയർ ആസ്കിംഗ്, ബോൾ ഗിവിംഗ്. അല്ല, ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഔട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇപ്പോഴും അതേ പൊസിഷനിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. നിങ്ങൾക്ക് ക്രിക്കറ്റിനെ പറ്റി എത്ര നോളജ് ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എടോ സുമേഷ്, ഇനിയുള്ള കാര്യം പറയും, ചളി അടിക്കല്ലേ. ഇവിടെ ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞിരിക്കുന്നു. സോ സിദ്ധാർത്ഥ് ടീം എന്ന് വെച്ച കൊടുങ്കാറ്റ് ടീം 65 റൺസ് എടുത്തിരിക്കുകയാണ്. ഇപ്പോ ധ്രുവ ടീം എന്ന് വെച്ച തീപ്പൊരി ടീം വിൻ ആവാൻ 66 റൺസ് എടുക്കണം. ഹലോ, 66 അല്ല 166 ഉണ്ടെങ്കിലും ഞങ്ങളെ ജയിക്കും. തീപ്പൊരി ടീമിന്റെ ആത്മവിശ്വാസം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ പിച്ച് വളരെ സ്ലോ ആണ്. ഈ പിച്ചിലും കൊടുങ്കാറ്റ് ടീം 65 റൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്കോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 30 സെക്കൻഡ്സ് തരാം. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണം. ഇവിടെ വരെ എന്തിനാ പോകുന്നേ? ഇവിടെ വെച്ച് തന്നെ നമുക്ക് ബാറ്റ് എക്സ്ചേഞ്ച് ചെയ്യാലോ. റൂൾസ് ഈസ് റൂൾസ്. നിങ്ങളുടെ റൂൾസ് എടുത്ത് തീയിലിടും. ബസ് റൂൾസ് നിങ്ങൾക്കും ബാധകമാണ്. ചുമ്മാ തമാശക്ക് പറഞ്ഞ ബോസേ. ബോസ് അവിടെ തന്നെ നിന്നോ. വെരി ഗുഡ് സുമേഷ്, ഐ ലൈക്ക് യുവർ പ്രൊഫഷണലിസം. നീ എന്തിനാ ഇവിടെ? അവിടെ പോയിക്ക് മിഡോണില് നിക്കാൻ. മിഡോണില് നിക്കാനാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. ഇത് മിഡോൺ. ഒന്നുമില്ല അളിയാ, ഒന്ന് ഫീൽഡിംഗ് നിർത്തിയതാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നന്നായിട്ടുണ്ടല്ലോ. ഫീൽഡിംഗ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ബാറ്റിംഗ് ടീം കം ഇൻസൈഡ്.
ഭരതയും വിക്കിച്ചേട്ടനും ഒന്നാവാൻ വേണ്ടിട്ടാ ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തതെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്നാവണമെന്ന ആ ദൈവത്തിന്റെ ആഗ്രഹം. Come on, Vedanta. Come on, Dhruva. ചെയ്യുമായിരുന്നു നമ്മുടെ ടീമല്ലേ. അന്ന് വെറുതെ ഇരിക്കടി കൊരങ്ങ്. നീ വെറുതെ ഇരിക്കടി കൊരങ്ങ. ഏയ് സൈലൻസ്, ചേച്ചി എനിക്ക് മിണ്ടാണ്ടി. അളിയ നിങ്ങൾ തന്നെ പറ. ചേട്ടന്റെ നമ്മുടെ ധ്രുവയുടെയും പാർട്ണർഷിപ്പ് കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ മാച്ച് കഴിയുന്നതിന് മുമ്പ് അവർ ഒന്നായ മാത്രം മതി. അടിപൊളി അളിയ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറഞ്ഞു പോയതാ. Come on, Vedanta. Come on, Dhruva. ചെയ്യുമായിരുന്നു നമ്മുടെ ടീമല്ലേ. അന്ന് വെറുതെ ഇരിക്കടി കൊരങ്ങ്. നീ വെറുതെ ഇരിക്കടി കൊരങ്ങ. ഏയ് സൈലൻസ്, ചേച്ചി എനിക്ക് മിണ്ടാണ്ടി. അളിയ നിങ്ങൾ തന്നെ പറ. ചേട്ടന്റെ നമ്മുടെ ധ്രുവയുടെയും പാർട്ണർഷിപ്പ് കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ മാച്ച് കഴിയുന്നതിന് മുമ്പ് അവർ ഒന്നായ മാത്രം മതി. അടിപൊളി അളിയ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറഞ്ഞു പോയതാ. കാര്യക്കണ്ട. ഹലോ മിസ്റ്റർ, നിങ്ങൾ ഇന്ന് തന്നെ ബോൾ എറിയോ അതോ നിങ്ങൾ എറിയുന്നവരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഭജിച്ചോണ്ട് നിക്കണമെന്നാണോ? അളിയ കൂൾ കൂൾ. നാളെ നമ്മുടെ ഓഫീസിലെ നമ്മളായിരിക്കും ഹീറോസ്. ഹലോ, അമ്പയർ ബാനിങ് കിക്ക് ഔട്ട്. ആ ശരി ശരി, മനസ്സിലായി. എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടി, വെറുതെ സന്തോഷം കൊണ്ട്. നീ ഇവിടെ ഇരിക്കുക. അളിയ നിനക്ക് എന്തു പറ്റി? ഫസ്റ്റ് ബോളിന് 6.
ആദ്യ എന്തായി ചെയ്യുന്നേ? സിദ്ധാർത്ഥ് 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 വേണ്ട 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 അളിയല്ലേ അളിയ ഇങ്ങടെ എറി ഇവിടെ 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 എറി എറി ആ ആ എന്താന്ന് നിങ്ങൾ എന്തേ പറയുന്നേ? നീ കേട്ടത് ശരിയായ കാര്യം തന്നെയാ. ഞാൻ ബിസിനസിനെ പറ്റി തന്നെ ആലോചിക്കുന്നത്. നമ്മള് ബിസിനസ് ചെയ്യുമെന്നോ? അതല്ലേ നടക്കുന്ന കാര്യമാണോ? ഇതിപ്പോ നല്ല കാര്യമായല്ലോ. നമ്മളോ ബിസിനസ്സോ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? നീയും ബിസിനസ് അല്ല ചെയ്തോണ്ടിരുന്നേ. കാറ്ററിംഗ് നല്ല ബിസിനസ് തന്നെയാ. ആ ബിസിനസ് കാരണം മക്കളുടെ പഠിത്തത്തിന് എന്തോരം ഗുണായി. എന്നുവെച്ചാ നമ്മള് വീണ്ടും കേറ്ററിംഗ് ബിസിനസ് ചെയ്യാൻ തുടങ്ങുവാണോ? ഇതൊരു തരം പാചക ജോലി തന്നെയാ, പക്ഷെ കാറ്ററിംഗ് അല്ല. പക്ഷെ ഈ പ്രാവശ്യം പാചകം ചെയ്യുന്നത് നീയല്ല. അയ്യോ, നിങ്ങള് പാചകം എന്ന് പറയുന്നുണ്ട്, പിന്നെ പാചകം ചെയ്യുന്ന ഞാനല്ലെന്നും പറയുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെന്നേ. എന്താ കാര്യം എന്നൊന്നും തെളിച്ചു പറ. ഞാനാ പ്രമി, ഞാൻ തന്നെ. ഞാനേതായാലും റിട്ടയർ ആയിരിക്കല്ലേ. വീട്ടിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് സമയം ഒത്തിരി ബാക്കിയാ. ചെയ്യാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയ കാശ് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്ന് തോന്നി. നമുക്ക് എന്തുകൊണ്ടൊരു മെസ്സ് നടത്തിക്കൂടാ പ്രമി? മെസ്സ് എന്ന് വെച്ചാ ഹോട്ടലല്ലേ? അല്ല പ്രമി, അതിനെ ഹോട്ടലെന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ നടക്കുന്നതൊക്കെ ഭക്ഷണ കാര്യങ്ങൾ തന്നെയാ. അതൊക്കെ നടക്കുമെന്നാണോ? ഉറപ്പായിട്ട് നടക്കുമെന്ന എന്റെ വിശ്വാസം പ്രമി. ഈ കൊറോണ വന്നതിന് ശേഷം ആളുകൾക്ക് പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും അവസരവും ഒന്നും ഉണ്ടാവില്ല. കുറെ ആൾക്കാരെ പുറത്തുനിന്ന് തന്നെ കഴിക്കും. പക്ഷെ അത് നല്ല ഭക്ഷണമായിരിക്കണം, ആരോഗ്യത്തിന് ഗുണമാകണം, അങ്ങനെയുള്ള ചിന്തയൊക്കെ അവർക്കുണ്ടാവും. പിന്നെ ഈ കൊറോണ കാരണം എത്രയോ ആൾക്കാരുടെ ബിസിനസ് ഒക്കെ നശിച്ചു പോയെന്ന് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതല്ലേ? അതൊക്കെ ശരിയാണ് പ്രമി. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും നിന്നു പോയിട്ടില്ല. ഈ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഹോട്ടലിൽ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഒരു പേടി അവർക്കുണ്ടാവും. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഉച്ചഭക്ഷണം കൊടുത്തുകൂടാ?